നമസ്കാരം, ഞാൻ ഡോക്ടർ ശബരി, SPKR ലൈഫ് കെയറിലെ ചീഫ് ആയുർവേദ ഫിസിഷ്യനാണ്. കഴിഞ്ഞ ദിവസം നിങ്ങളുടെ മുന്നിലേക്ക് ഞാനൊരു വീഡിയോയുമായി വന്നിരുന്നു. എൻ്റെ ക്ലിനിക്കിൽ വരുന്ന രോഗികളിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലുണ്ടാവുന്ന ഇൻഫ്ലുവൻസിനെ പറ്റിയിട്ടായിരുന്നു അന്ന് പറഞ്ഞത്. അതിനൊരു ഉദാഹരണമായിട്ട് എടുത്തത് തന്നെ എൻ്റെ ക്ലിനിക്കിൽ എന്നെ കാണാൻ വന്ന ഒരു ആർത്രൈറ്റിസ് രോഗിയുടെ ഒരു അനുഭവത്തെ പറ്റിയിട്ടായിരുന്നു. ആ വീഡിയോ കണ്ടതിന് ശേഷം എന്നെ നേരിൽ അറിയാവുന്നവരും എൻ്റെ ചില പേഷ്യൻസും ഒക്കെ എനിക്ക് നേരിട്ട് ഫോൺ കോളിലൂടെയും മെസ്സേജിലൂടെയും പറഞ്ഞത്, ഡോക്ടറെ, ഒരു ആർത്രൈറ്റിസ് എന്ന് പറയുന്ന രോഗാവസ്ഥയെ പറ്റിയിട്ടൊരു വീഡിയോ പോസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. ആദ്യം തന്നെ പറയട്ടെ, ആർത്രൈറ്റിസ് എന്ന് പറയുന്ന ഒരു ഇത്തിരി വലിയ സബ്ജക്റ്റാണ്. ആ സബ്ജക്റ്റിനെ കുറച്ച് ചെറിയ പ്രിസൈസ്ഡ് ഫോം ആക്കിയിട്ട് എന്നാൽ കഴിയുന്ന രീതിയിൽ നല്ല രീതിയിലേക്ക് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയുമായിട്ട് മുന്നിലേക്ക് വന്നേക്കുന്നത്. ആദ്യം തന്നെ മനസ്സിലാക്കുക, ആർത്രൈറ്റിസ് എന്ന് പറയുന്നത് ഒരു രോഗമല്ല, ആ രോഗത്തിൻ്റെ ഒരു അവസ്ഥയെ സൂചിപ്പിക്കുന്നൊരു പദം മാത്രമാണ്. സന്ധികളിലും മറ്റും ഉണ്ടാകുന്ന നീർവീക്കത്തെയും വേദനയുമാണ് ആർത്രൈറ്റിസ് എന്ന് പറയുന്ന വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആർത്രൈറ്റിസ് എന്ന് പറയുന്ന ആ രോഗാവസ്ഥയ്ക്ക് തന്നെ കുറച്ചധികം ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. ഒന്ന്, ഓസ്റ്റിയോ ആർത്രൈറ്റിസ്. നമ്മൾ സാധാരണഗതിയിൽ നമ്മളിപ്പോൾ ധാരാളമായിട്ട് കാണുന്ന ഒരു രോഗാവസ്ഥയാണ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ്. പ്രായം ചെന്ന അച്ഛനമ്മമാരിൽ നമ്മൾ കാണുന്ന ഒരു രോഗാവസ്ഥ. അവർക്കുണ്ടാകുന്ന സന്ധികളിലും മറ്റും ഉണ്ടാകുന്ന തേയ്മാനത്തിനും മറ്റും മൂലമുണ്ടാകുന്ന നീർവീക്കവും വേദനയുമാണ് ഈ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്ന് പറയുന്ന രോഗാവസ്ഥയിൽ നമ്മൾ കാണാറുള്ളത്. നമ്മുടെ ക്ലിനിക്കൽ പ്രാക്ടീസിലും ധാരാളം വരുന്ന രോഗികളും അത്തരത്തിലുള്ള രോഗികളാണ്. രണ്ട്, റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ്. റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് എന്ന് പറയുന്നത് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ് ആണ്. അത് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം രോഗപ്രതിരോധ ശേഷി തന്നെ ശരീരത്തിനെതിരായി പ്രവർത്തിക്കുമ്പോഴുണ്ടാകുന്ന ആർത്രൈറ്റിസ് രോഗങ്ങൾ, അത് റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ്. SLE പോലുള്ള ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസിലും ആർത്രൈറ്റിസ് പ്രോബ്ലംസ് കാണാറുണ്ട്. മൂന്ന്, ഗൗട്ട് ആർത്രൈറ്റിസ്. രക്തത്തിലെ യൂറിക് ആസിഡിൻ്റെ അളവ് വർദ്ധിക്കുന്നതിനനുസരിച്ചിട്ട് സന്ധികളിലും മറ്റും ഉണ്ടാകുന്ന നീർവീക്കവും അതിനനുബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുമാണ് ഗൗട്ട് ആർത്രൈറ്റിസിൽ നമ്മൾ കാണാറുള്ളത്. നാലാമതായിട്ട് കാണുന്നത് ആങ്കൈലോസിസ് സ്പോണ്ടലൈറ്റിസ് ആണ്. വാതരോഗം അല്ലെങ്കിൽ ഈ തേയ്മാനവും നീർവീക്കവും നട്ടലിനെ ബാധിക്കുമ്പോഴാണ് ആങ്കൈലോസിസ് സ്പോണ്ടലൈറ്റിസ് ഇത് പല രോഗികളിലും ഉണ്ടാകാറുള്ളത്. നാല്, സോറിയാസിസ് എന്ന് പറയുന്ന രോഗത്തിന് അനുബന്ധമായിട്ടുണ്ടാകുന്ന ഒരു ആർത്രൈറ്റിസ് പ്രോബ്ലമാണ് സോറിയാറ്റിക് ആർത്രൈറ്റിസ്. സോറിയാസിസ് ഉള്ള രോഗികളിൽ കാൽമുട്ടുകളിലും കൈമുട്ടുകളിലും ഒക്കെ ഉണ്ടാകുന്ന നീർവീക്കവും അതിനനുബന്ധമായിട്ട് സോറിയാസിന് അനുബന്ധമായിട്ടുണ്ടാകുന്ന ഒരു രോഗാവസ്ഥയാണ് സോറിയാറ്റിക് ആർത്രൈറ്റിസ് എന്ന് പറയുന്നത്. പിന്നീട് നമ്മൾ കാണാറുള്ളത് 16 വയസ്സിന് താഴെയുള്ള കുട്ടികളിലുണ്ടാകുന്ന ജുവനൈൽ ആർത്രൈറ്റിസ് ആണ്. പ്രധാനമായിട്ടും ഇത്തരത്തിലുള്ളൊരു ക്ലാസിഫിക്കേഷനാണ് ആർത്രൈറ്റിസിനെ പറ്റി പറയാനുള്ളത്. ഒരു രോഗി, ആർത്രൈറ്റിസ് രോഗി നമ്മുടെ ക്ലിനിക്കിലേക്ക് വരുമ്പോൾ വ്യക്തമായിട്ട് അവരുടെ ഒരു ക്ലിനിക്കൽ എവാലുവേഷൻ എടുക്കുക. നമ്മളൊരു ബ്ലഡ് മോണിറ്ററിങ്ങിലൂടെയും പിന്നെ CT, USG, MRI, എക്സ്റേ പോലുള്ള ഓപ്ഷൻസ് ഉപയോഗിച്ച് അവരുടെ രോഗാവസ്ഥ എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കിയതിന് ശേഷമാണ് ഒരു ആയുർവേദ ഡോക്ടർ എന്ന രീതിയിൽ ചികിത്സയുമായിട്ട് മുന്നോട്ട് പോകാറുള്ളത്. ആയുർവേദത്തിൽ ഇതൊരു വാതരോഗം എന്ന് പറയുന്ന രോഗാവസ്ഥയായിട്ടാണ് ക്ലാസിഫിക്കേഷൻ ചെയ്തിരിക്കുന്നത്. വാതരോഗം നമുക്ക് ചികിത്സിച്ച് ഭേദപ്പെടുത്താനുള്ള പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കാറുള്ളത് ആ വന്ന രോഗിയുടെ രോഗാവസ്ഥ, ആ രോഗം കൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എത്രത്തോളം കുറയ്ക്കാൻ സാധിക്കുമോ അങ്ങനെയുള്ള ചികിത്സാ രീതികളായിരിക്കും കൂടുതലും അവലംബിക്കുക. വാതരോഗം, നമ്മുടെ വാദം എന്ന് പറയുന്ന ഒരു അസുഖം നന്നായിട്ട് ചിന്തിക്കേണ്ട. വാദം എന്ന് നമ്മുടെ ഈ പറഞ്ഞ ആർത്രൈറ്റിസ് എല്ലാം നമ്മുടെ മൂവ്മെൻറ്റ്സുമായിട്ട് ബന്ധപ്പെട്ട ജോയിൻസിനെയാണ് അഫക്റ്റ് ചെയ്യുക. അപ്പോൾ ആ മൂവ്മെൻറ്റ്സിനെ റെസ്ട്രിക്റ്റ് ചെയ്യുമ്പോൾ ആ മൂവ്മെൻറ്റ്സിന് ആ റെസ്ട്രിക്ഷൻ മാറ്റാനും അതിന് വേണ്ടിയിട്ടുള്ള സ്ട്രെങ്തൻ കൊടുക്കാനും വേണ്ടിയിട്ടുള്ള മരുന്നുകൾ ഉള്ളിലും പുറമേയുമായിട്ട് ചെയ്യുന്നതാണ് എപ്പോഴും ആയുർവേദത്തിൻ്റെ രീതി. ഞാൻ പഴയ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ അല്ലെങ്കിൽ പഴയ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ഒരു വീഡിയോയുടെ ചുവട് പിടിച്ചുകൊണ്ട് സ്വന്തം ആരോഗ്യത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ സ്വയം ഇറങ്ങിത്തിരിക്കരുത്. ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ നിങ്ങളുടെ അടുത്തുള്ള ഏതെങ്കിലും ഡോക്ടറിനെ, അത് ആയുർവേദമായിട്ട് മറ്റേത് ശാസ്ത്രമായിക്കോട്ടെ, അവരെ വ്യക്തമായിട്ട് കണ്ട് കൃത്യമായിട്ട് കണ്ട് നിങ്ങളുടെ രോഗാവസ്ഥ പറഞ്ഞ് ആ അവസ്ഥയ്ക്ക് അനുസൃതമായിട്ടുള്ള ചികിത്സകൾ നിർദ്ദേശിച്ച് അത് സ്വയം നേടുന്നതാണ് ഏറ്റവും ഉത്തമം. ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ ഇതിലേക്ക് പിന്നും വരുന്നതായിരിക്കും. നന്ദി.